എരുമേലി പഞ്ചായത്തിൽ 24 സീറ്റാണുള്ളത്. ആ 24 സീറ്റിൽ UDFന് 14 സീറ്റുകൾ നേടാൻ സാധിക്കും. 7 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ BJPക്കും 1 സീറ്റ് സ്വതന്ത്രനുമാണ് കക്ഷിനില. പട്ടികവർഗ സംവരണമാണ്. BJPക്കും അതുപോലെ തന്നെ CPMനും ഓരോ സീറ്റുകൾ ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഒരു പ്ലാൻ B ഉണ്ട്. ആ പ്ലാൻ B പിന്നീട് ഞങ്ങൾ വ്യക്തമാക്കും. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ UDF തരംഗം അലയടിച്ചപ്പോൾ കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിൽ UDFന് ഭൂരിപക്ഷം നേടിയിട്ടും ഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. 24 സീറ്റുള്ള പഞ്ചായത്തിൽ 14 സീറ്റുകളാണ് UDF നേടിയത്. ഇപ്പോൾ ഒന്നുകിൽ ഭരിക്കണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം BJPക്ക് നൽകണം, അല്ലെങ്കിൽ LDFന് ഭരിക്കുന്നതിനുള്ള അവസരം നൽകണം. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എരുമേലിയിലെ UDF. ഇപ്പോൾ നമുക്കൊപ്പം എരുമേലി മണ്ഡലം പ്രസിഡന്റായ റെജി അമ്പാറ ചേരുകയാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ, പഞ്ചായത്തിലെ അവസ്ഥ? എരുമേലി പഞ്ചായത്തിൽ 24 സീറ്റാണുള്ളത്. ആ 24 സീറ്റിൽ UDFന് 14 സീറ്റുകൾ നേടാൻ സാധിക്കും. 7 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ BJPക്കും 1 സീറ്റ് സ്വതന്ത്രനുമാണ് കക്ഷിനില. എരുമേലിയിലെ പ്രത്യേക സാഹചര്യം ഞങ്ങൾ DCCയും KPCC അറിയിച്ചിട്ടുണ്ട്. KPCCയുടെയും DCCയുടെ ഒക്കെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എരുമേലിയിലെ UDF നേതൃത്വം തീരുമാനമുണ്ട്. പട്ടികവർഗ സംവരണമാണ് പ്രസിഡന്റ് സ്ഥാനം. അതെ, ഈ പട്ടികവർഗ സംവരണമാണ്. അതിൽ ഞങ്ങൾ 23 കിരയിലും അതുപോലെ തന്നെ ഉമ്മിക്കുപ്പയിലും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരുന്നത്. പക്ഷേ അവിടെ ചെറിയ വോട്ടുകൾ, 50-ൽ താഴെ വോട്ടുകൾക്കാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. ആ പരാജയം LDFൻ്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഉണ്ടായതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിലവിൽ LDFന് ഭൂരിപക്ഷമില്ല. നിങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാളും പകുതി സീറ്റാണുള്ളത്. പക്ഷേ അവർക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയ യോഗ്യതയുള്ള ആളുണ്ട്. അല്ല, അത് ശരിയാണ്. BJPക്കും അതുപോലെ തന്നെ CPMനും ഓരോ സീറ്റുകൾ ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ആ തീരുമാനം, KPCCയുടെ തീരുമാനത്തെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഒരു പ്ലാൻ B ഉണ്ട്. ആ പ്ലാൻ B പിന്നീട് ഞങ്ങൾ വ്യക്തമാക്കും. എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്യുമോ അതോ LDFിനൊപ്പം ചേരുമോ എന്നുള്ളതാണ്. അതൊക്കെ മേൽഘടകത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായിരിക്കും. നിലവിലിപ്പോൾ ഒരു വേറെ മറ്റുള്ള തീരുമാനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഈ തീരുമാനം മേൽഘടകത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചുള്ള നിലപാടാണ് എരുമേലി സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ നിങ്ങൾ നേടാനായി. പരാജയപ്പെട്ട പല വാർഡുകളിലും കുറഞ്ഞ വോട്ടിലാണോ? വളരെ 5ഓളം സീറ്റുകളിൽ 50-ൽ താഴെ വോട്ടുകൾക്കാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അതിലുപരി CPMൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അതിശക്തമായ സീറ്റുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം 11 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അത് 14ആയി വർദ്ധിപ്പിക്കാൻ UDFന് സാധിച്ചു. ഇത്തവണ എന്താണ് മുന്നോട്ട് വെച്ചത്? UDF LDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ചത് എന്താണ്? കഴിഞ്ഞ വർഷം എരുമേലി പഞ്ചായത്തിൽ UDFന് അനുകൂലമായ ജനവിധിയാണ്. പക്ഷേ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പലപ്പോഴും LDF കുതിരക്കച്ചവടത്തിന് ശ്രമിച്ചു. അതിൻ്റെയൊക്കെ വലിയൊരു പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതുപോലെ UDFനെ സംബന്ധിച്ചിടത്തോളം എരുമേലിയുടെ സമഗ്രമായ വികസനമാണ്. ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ എരുമേലി കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള അക്ഷീണമായ യത്നമാണ് UDF നടത്താൻ പോകുന്നത്. ഇപ്പോൾ വാർഡുകൾ മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അതെ, വൻ ഭൂരിപക്ഷത്തോടെയാണ്. 4 ബ്ലോക്ക് ഡിവിഷനിലും ഒരു ജില്ലാ പഞ്ചായത്തിൽ ആശാ ജോയി എന്ന് പറഞ്ഞ UDFൻ്റെ കാൻഡിഡേറ്റ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ വലിയ രസകരമായിരുന്നു. 11 സീറ്റുകളാണ് LDFനും UDFനും ഉണ്ടായത്. പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ മാറ്റിക്കൊണ്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. പുതിയ ആളുകളാണ് സ്ഥാനാർത്ഥികളായി
പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം UDF രംഗത്ത് അതിൻ്റേതായ ഗുണമുണ്ടായിട്ടുണ്ട്. ഇത്തവണ എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി പട്ടികവർഗ സംവരണമായതോടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. UDF 14 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജയിച്ച് വരാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ഇപ്പോൾ LDFന് ഭരിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നത്. 7 സീറ്റുകൾ മാത്രം നേടിയ LDF ഭരിക്കും. അല്ലെങ്കിൽ ഇവർ BJP സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന ഉമ്മിക്കുപ്പയിൽ നിന്ന് വിജയിച്ചു വന്ന KK രാജൻ എന്ന വ്യക്തിയെ പ്രസിഡന്റായി പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും KPCC നേതൃത്വവുമൊക്കെയായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ എരുമേലിയിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.